സോ നമ്മളൊരു ആവശ്യത്തിന് കൊച്ചി വന്നതാണേ. കൊച്ചി വന്നിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഹംഗ്രി മൃണാലിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്ത് മനുഷ്യനല്ലേ. അപ്പം അവിടെ വന്നിട്ടുണ്ട്, ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, കഴിച്ചു നോക്കിയിട്ട് പറയാം. സോ നമ്മുടെ ഓർഡർ കൊടുത്തേക്കുന്ന ടൈം 10:26 മോർണിംഗ് ടൈമാണ്. ഫുഡ് റെഡിയാവാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് നോക്കാം എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്തതാണ്. ഇത് കൊച്ചി എടപ്പള്ളിയിലുള്ള ഔട്ട്ലെറ്റ് ആണേ. നമ്മുടെ ലുലുമാളിന്റെ സൈഡിൽ ഒന്ന് ഔട്ട്ലെറ്റ് ആണ്. സോ ഇതാണ് നാൾക്ക് പറഞ്ഞ ആ വാഷ്റൂം കാര്യങ്ങളൊക്കെ. ഏറ്റവും എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ആ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഇതാണേ. നീറ്റാണ്. ഇപ്പം ലഞ്ച് ടൈം ഒന്നുമല്ല കേട്ടോ, സമയം ആകെ 10:30 ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവർ തിരക്കില്ലാത്താന്ന് തോന്നുന്നു. 10:30 അത്യാവശ്യം ബിരിയാണി റെഡിയായി. 10:30 ബിരിയാണി എടുത്ത് തുടങ്ങി. ദാറ്റ്സ് സംതിങ് ക്രേസി റൈറ്റ്. നമ്മുടെ നാട്ടിലൊന്നും ആവാറില്ല. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പം കൊച്ചിക്കാരുടെ ആരും എനിക്കറിയത്തില്ല. കണ്ണൂരൊക്കെ ബിരിയാണി ആവണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 11:30-12 മണി ആ സമയത്ത് ബിരിയാണിയൊക്കെ ആവത്തുള്ളൂ കണ്ണൂർ സൈഡിലൊക്കെ. ഇവിടെയും ആൾക്കാർ സാധനങ്ങൾ എടുത്ത് വെക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് റെഡിയാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് റെഡി എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഓർഡർ എടുത്തിട്ടുണ്ട്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വരട്ടെ, വന്ന് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ ഹംഗ്രി മൃണാലിലെ ഈച്ചനെ തപ്പി ഇറങ്ങിയതാണേ. സോ ഞാൻ ഇരിക്കുന്ന ടേബിളിൽ എന്തായാലും ഇതുവരെ ഈച്ച വന്നിട്ടില്ല. പക്ഷേ ഈച്ച ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ 2-3 ഈച്ചനെ കാണുന്നുണ്ട്. ആ ടേബിളിലൊക്കെ 2-3 ഈച്ച ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഈച്ച കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഉള്ള സാധനമല്ലേ. റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലത്ത് ഈച്ച സ്വാഭാവികമാണ്. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഇതുവരെ കണ്ടില്ല. യൂഷ്വലി നമ്മുടെ നാട്ടിലൊക്കെ അവർ ഉണ്ടാവാറുണ്ട്. ഇനി വേറെ എവിടെയും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഒരു ഫ്ലൈറ്റ് ട്രാപ്പ് ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ. ആ ഒരു സിസ്റ്റം ഇതുവരെ ഇവിടെ കണ്ടില്ല. ഇല്ലാത്തയാണോ അറിയത്തില്ല, ഡോണ്ട് നോ. സോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പം 10:26 ഓർഡർ ചെയ്തതാണ്. 10:42 സമയം. സോ ഓൾമോസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റോളം ടൈം എടുക്കുമോ ഒരു ഫുഡ് കിട്ടാൻ? ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി ആയോന്ന് വെച്ചപ്പോൾ ആയെന്ന് പറഞ്ഞു. ശരി, മോർണിംഗ് ടൈമാണ്, ബിരിയാണിക്ക് ടൈം എടുക്കും, ലേറ്റ് ആവും. അതൊക്കെ ഓക്കെ, അതൊക്കെ അംഗീകരിക്കണം. ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാകത്തുള്ളൂ. ബട്ട് അന്നേ ഒരു ഇതിൽ അവർക്ക് പറയായിരുന്നു ബിരിയാണി ആയിട്ടില്ല, ടൈം എടുക്കുമെന്നൊരു വാക്ക് അവരുടെ സ്റ്റാഫിനെ നീട്ടിട്ടില്ലേ. റെഡിയാണ് സാർ, 200 ടോക്കൺ വിളിക്കുമെന്നാണ് പറഞ്ഞത്. ഫൈൻ. കുഴപ്പമില്ല. സി, അപ്പം ഇതാണ് നമ്മുടെ ഫുഡ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. ഇതുവരെ എൻ്റെ അടുത്തേക്ക് ഈച്ചയൊന്നും വന്നിട്ടില്ല. അതിൻ്റെ വലിയൊരു കാര്യം കേട്ടോ. 132 പ്ലസ് ഈ സാലഡിന് അഡീഷണൽ പറഞ്ഞാണ്. നമ്മൾ ചേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഈ സാലഡ് അഡീഷണൽ പറഞ്ഞാണ്. ഇതിന് 12 രൂപ വരുന്നത്. 132 ബിരിയാണിക്കകത്ത് പപ്പടം, സാലഡ്, അച്ചാറ്, റൈസ് വിത്ത് സിംഗിൾ പീസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. 132 ബിരിയാണിക്ക് ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സിംഗിൾ ബിരിയാണിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പിന്നെ റേറ്റ് കുറവാണ്. ഓരോ സ്ഥലത്ത് കൊച്ചിയിലത്തെ ബിരിയാണി റേറ്റ് എനിക്ക് അറിയത്തില്ല. കണ്ണൂരൊക്കെ 150 രൂപയ്ക്ക് ഫുൾ ബിരിയാണിയും സിംഗിൾ ബിരിയാണിക്ക് ഒരു 100 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. ഡിപ്പെൻസ് ഓൺ ഏരിയാസ് അല്ലേ. ഇതാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറയാം. ഗോയിങ് ടു ട്രൈ ഹംഗ്രി മൃണാൽസ് ബിരിയാണി. ഓരോ സ്ഥലത്തെയും ബിരിയാണി ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ഒരു കണ്ണൂരുകാരൻ എന്ന നിലയ്ക്ക്, ഒരു തലശ്ശേരിക്കാരൻ എന്ന നിലയ്ക്ക്, തലശ്ശേരി എന്നൊക്കെ ഇഷ്ടംപോലെ ദം ബിരിയാണി കഴിച്ചിട്ടുള്ളത് കൊണ്ടും കണ്ണൂർ ദം ബിരിയാണി ഇറ്റ്സ് എ ബിറ്റ് ഡിഫറെൻറ്റ്. ഇത് ഇറ്റ്സ് എ ബിറ്റ് സ്വീറ്റ്, കുറച്ച് മധുരമൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അധികം മസാലയൊന്നും ഇല്ലാത്ത. ബട്ട് ഐ പ്രിഫർ എ ബിറ്റ് മോർ, എന്താ പറയുക, ഫ്ലേവർഫുൾ. ഐ എക്സ്പെക്റ്റഡ് കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർഫുൾ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ദ റൈസ് ക്വാണ്ടിറ്റി ഈസ് ഗുഡ്, ക്വാണ്ടിറ്റി ഉണ്ട് ആ പ്രൈസ് റേഞ്ചിനുള്ള. സിംഗിൾ പീസാണ്. റെസ്റ്റ് എവരിത്തിങ് ഈസ് ഫൈൻ. ബട്ട് കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആകാം എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. അറിയത്തില്ല. എനിവേ, ഐ വുഡ് ബി ദ ഫസ്റ്റ് കസ്റ്റമർ ഓഫ് ട്രൈങ് മൃണാൽസ് ബിരിയാണി ടുഡേ. ബിക്കോസ് അവരിപ്പോൾ ഉണ്ടാക്കിയുള്ളൂ. നല്ല ചൂട് സാധനമാണ്. നമ്മൾ എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പം എവിടേക്കോ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ബട്ട്
കമ്പയറിങ് വിത്ത് ദ ബിരിയാണീസ് ദാറ്റ് ഐ ഹാഡ് ഫ്രം കണ്ണൂർ, അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ബിറ്റ് ഫ്ലേവർലെസ് എന്ന് പറയാം. പിന്നെ കൊച്ചിയിലത്തെ ബിരിയാണി ഇതൊരു ട്രൈ ചെയ്തിട്ടില്ല. കൊച്ചിക്കാരുടെ ഫസ്റ്റ് ബിരിയാണി ഇത്. കൊച്ചിയിൽ അങ്ങനെ വരാറില്ല. ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നപ്പം ഇതാരും ട്രെൻഡിങ് ആണ്, ഞാനവിടെ കയറി ഇത് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു, അങ്ങനെ വന്നേണേ. പക്ഷെ നമ്മൾ പീസിലേക്ക് വരുമ്പോഴല്ലോ ജസ്റ്റ് ലൈക്ക് എ ബോയിൽഡ് പീസ്, വേറെ ഒരു ഫ്ലേവറും ഇല്ലാണ്ട് ചുമ്മാ നമ്മൾ ഉപ്പും എന്തൊക്കെയോ ഇട്ട് ചിക്കൻ വേവിച്ച് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഫ്ലേവർ വരുന്നത് ചിക്കൻ ബിരിയാണി പീസിൻ്റെ ഒരു ഫ്ലേവർ ലാക്കിങ് ഇറ്റ്. പക്ഷെ എനിക്ക് മിസ്സാകുന്നുണ്ട്, കിട്ടുന്നില്ല. ചിക്കൻ ബിരിയാണിയുടെ ഫ്ലേവർ തീരെ എവിടെയും കിട്ടുന്നില്ല എനിക്ക് പീസിൻ്റെ മുകളിൽ. സോ ഹംഗ്രി മൃണാളുടെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു. മൃണാൾ ബ്രോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബ്രോ, നിങ്ങൾക്ക് നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല രീതിയിലുള്ള സ്റ്റാഫും കാര്യങ്ങളും ഉണ്ട്, നല്ലൊരു അടിപൊളി റൂമുണ്ട്. ബട്ട് നിങ്ങൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. സോ ഒട്ടുമിക്ക എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമാണ് ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ആ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ടിഷ്യൂ വെക്കുവാണെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വരുന്നവർക്ക് ഉപകാരമായിരിക്കും. ഇപ്പം കൈ കഴുകി അത്രയും ദൂരം വന്ന് ടിഷ്യൂ എടുക്കേണ്ട ഒരു അവസ്ഥ ഇറ്റ്സ് ഹോറിബിൾ. ഒരു ടേബിളിൽ ടിഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഡിസ്പെൻസർ അല്ലേ നമ്മുടെ ഈ കൈ കഴുകിയതിൻ്റെ അടുത്ത് വെക്കുവാണെങ്കിൽ അഗെയിൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കാരണം കൈ കഴുകിയിട്ട് അതേപോലെ വെള്ളവും ഇതൊക്കെ ആയിട്ട് അങ്ങ് നടന്നു പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓവറോൾ റിവ്യൂ ഞാൻ പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റി എനിക്ക് ബിരിയാണി ഔട്ട് ഓഫ് 10 കൊടുക്കുവാണെങ്കിൽ ഒരു 4.5 ഞാൻ കൊടുക്കുള്ളൂ. ബ്രോ ഹംഗ്രി ബ്രോ വേറൊന്നും വിചാരിക്കരുത്, ബിരിയാണി കഴിക്കാത്താണെന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ ഉണ്ടല്ലോ വീക്ക്ലി ഒരു 2 ബിരിയാണികൾ കഴിക്കുന്ന ആളാണ്. അത് രണ്ടും എല്ലായിടത്തും വെറൈറ്റീസ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഹൈദരാബാദ്, മുംബൈ, ബെൽഗാം, അവിടുന്ന് അതുപോലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ബിരിയാണി കഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബിരിയാണി നല്ല രീതിക്ക് കഴിക്കുന്ന ആളായോണ്ട് പറയുന്നു, ബിരിയാണി ഒരു അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളായോണ്ട് പറയുന്നു. ബിരിയാണീൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കുമായിരുന്നെങ്കിൽ സാധനം അടിപൊളിയായനെ. ബാക്കി സ്പേഷ്യസ് ആണ്, ഹൈജീൻ്റെ കാര്യമൊക്കെ അടിപൊളിയാണ്, അതൊന്നും എനിക്ക് കംപ്ലൈൻസ് ഇല്ല. പക്ഷേ ഫുഡിൻ്റെ ക്വാളിറ്റി, വെയിറ്റിംഗ് ടൈം ഒന്നും ഒരു കുഴപ്പമില്ല, ഫുഡ് സെർവ് ചെയ്യുന്ന രീതി കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ഓക്കെയാണ്. പക്ഷെ ബിരിയാണിയുടെ ക്വാളിറ്റി അത്രയ്ക്ക് മോശമാണ്. ഇപ്പോൾ എല്ലായിടത്തും ബിരിയാണി വ്യത്യാസമാണ്, ഞാൻ അംഗീകരിക്കുന്നു. എല്ലായിടത്തും ബിരിയാണി വ്യത്യാസമാണ്, ഓരോ സ്ഥലത്തും ഓരോ ഫ്ലേവേഴ്സാണ്. പക്ഷേ ഒരു സിനിമ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ ഡയലോഗില്ലേ, ഭക്ഷണം കഴിക്കുന്നവൻ്റെ മനസ്സും വയറും നിറയണത്. ഇത് കഴിച്ചാൽ വയറ് അറിയും, ആ ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ മനസ്സെന്നറിയത്തില്ല. വയറ് അറിയാനുള്ള എല്ലാം ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സിംഗിൾ ബിരിയാണിക്ക്, നല്ല രീതിക്ക് റൈസും കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് കഴിച്ചു തീർത്തത്. പക്ഷേ മനസ്സെന്നറിയുക എന്നൊരു സംഭവം ഇതിലേക്ക് വരുന്നില്ല. കാരണം അത് കുറച്ച് കഷ്ടപ്പാടാണ്. അത്രയും ഒരു ടേസ്റ്റ് ഇതിനില്ല. മനസ്സ് നിറയ്ക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്തിരുത്താൻ പാകത്തിന്, അല്ലെങ്കിൽ വാവ് ഫാക്ടർ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് സ്മെല്ലൊക്കെ വരാൻ പാകത്തിനുള്ളൊരു വാവ് ഫാക്ടർ ആ ബിരിയാണിക്ക് ഇല്ല, മിസ്സാവുന്നുണ്ട്. ഒരു എന്തൊക്കെയോ കുറവുകളുണ്ട്. അതൊന്ന് ബ്രോ തന്നെ ഇത്രയും ഫുഡ് കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, ആരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഒന്ന് നന്നാക്കുവാണെങ്കിൽ ഉപകാരമായിരുന്നു. വേറെ അധികം കുറ്റം പറയാൻ എനിക്കില്ല. എനിക്ക് ഫുഡ് ഞാൻ ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം കഴിച്ച ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. പീസൊക്കെ വെറും പച്ചവെള്ളത്തിൽ വേവിച്ച ഒരു ഫ്ലേവറും ഇല്ലാത്ത ഒരു ചിക്കൻ പീസ് എങ്ങനെ ഉണ്ടാവും, ഉപ്പിട്ട് മാത്രം വേവിച്ച ചിക്കൻ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറാണ് ഇതിന് വന്നിട്ടുള്ളൂ, ബിരിയാണിക്ക് വന്നിട്ടുള്ളൂ, സോറി ചിക്കൻ പീസിന് വന്നിട്ടുള്ളൂ. മസാലയ്ക്ക് ഒരു തുള്ളി എരിവോ വേറൊരു ഫ്ലേവറോ ഒന്നുമില്ല, ഒന്നുമില്ലാത്തൊരു മസാല, ഒരു മരിച്ചു കിടന്ന മസാല, അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ബ്രോ ഫുഡിൻ്റെ ക്വാളിറ്റി ഒന്ന് ബെറ്റർ ആക്കുവാണെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ഹിറ്റ്. കാരണം ഈ സർവിങ് മെത്തേഡ് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അത് അവർ ഈ മെത്തേഡുമായിട്ട് യൂസ് ടു അല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഹൈദരാബാദ് അവിടെയൊക്കെ ഈ ഒരു മെത്തേഡാണ് ഒട്ടുമിക്ക എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്, പേ ഫസ്റ്റ് ഈറ്റ് നെക്സ്റ്റ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കണ്ണൂർ ഹോസ്പിറ്റലായാലും അവിടെയും പേ ഫസ്റ്റ് ഈറ്റ് നെക്സ്റ്റ് എന്നൊരു ഇതാണ്, സെൽഫ് സർവീസ് തന്നെയാണ് വരുന്നത്. അതൊന്നും വലിയ കുഴപ്പമുള്ളതായിരുന്നില്ല, അതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അംഗീകരിച്ച് വന്നോളും സെൽഫ് സർവീസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഫുഡിൻ്റെ ക്വാളിറ്റി, നല്ല ഫുഡ് കിട്ടുന്നിടത്ത് ആൾക്കാർ എവിടെ നിന്നായാലും പാഞ്ഞടിച്ച് വരും. പക്ഷേ ഇവിടെ നല്ല ഫുഡ് ഇല്ല. ഇപ്പോൾ ഫുഡ് ഞാൻ ബിരിയാണി കഴിച്ചുള്ളൂ, ബിരിയാണി മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ബിരിയാണിയുടെ പുറത്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ കഴിച്ച ബിരിയാണി എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ഒരു 10 4 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ കൊടുക്കാൻ പാകത്തിനേ ഉള്ളൂ, ഒരു ബിലോ ആവറേജ് ആണ്. അപ്പം അത്രയുള്ളൂ ഗൈസ് നമ്മുടെ ഹംഗ്രി മൃണാളിൻ്റെ വ്ലോഗ്. ജസ്റ്റ് കൊച്ചി വരെ വന്നപ്പം കഴിക്കണം എന്നുണ്ടായിരുന്നു, നമ്മൾ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ കഴിക്കണം എന്നുണ്ടായിരുന്നു, കഴിച്ചു, അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പരിഗണിക്കുക.
കൂടെ കൂടുക. എന്നാലും നമുക്ക് ഇനിയും ഇതേപോലെ അടിപൊളി വീഡിയോസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അജയ് ജോഷി സൈനിങ് ഓഫ് ഫ്രം വീൽ വേസ് വിത്ത് അജയ്. ബൈ.